നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് BA സോഷ്യോളജി 3rd സെമസ്റ്ററിലെ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നുള്ള കോഴ്സാണ്. ഇതിൽ നമ്മളൊരു ക്രാഷ് ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്ക് സമയപരിമിതി മൂലവും എക്സാംസ് ഇപ്പം ഓൾറെഡി അനൗൺസ് ചെയ്തത് കൊണ്ടും ഈ മന്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ്സസ് എടുക്കേണ്ടത് കൊണ്ടും നമ്മളൊരു ക്രാഷ് ക്ലാസ് ആയിട്ട്, അതായത് എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മളിപ്പം ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിലെ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്നാണ് ബ്ലോക്ക് 1 വരുന്നത്. അതിൽ യൂണിറ്റ് ഫസ്റ്റ് ആണ് സോഷ്യൽ തിയറി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ മീനിങ് ആദ്യം നോക്കാം. സോഷ്യൽ തിയറി റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് സൊസൈറ്റി, സോഷ്യൽ റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ ബിഹേവിയർ. അതായത് നമ്മുടെ സമൂഹവും സാമൂഹിക ബന്ധങ്ങൾ, നമ്മളുടെ മനുഷ്യരുടെ പെരുമാറ്റം എന്നിവയൊക്കെ നമ്മളൊരു ക്രമബന്ധവും അതുപോലെ തന്നെ നമ്മൾ വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ വിശദീകരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സോഷ്യൽ തിയറി എന്ന് പറയുന്നത്. സിമ്പിളി നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ്, നമ്മുടെ സോഷ്യൽ റിലേഷൻഷിപ്പും അതുപോലെ സോഷ്യൽ ബിഹേവിയറും എങ്ങനെയാണെന്ന് നമ്മൾ വിശദീകരിക്കുന്നതിനെയാണ്, ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കുന്ന, സിസ്റ്റമാറ്റിക്കും അതുപോലെ തന്നെ സയന്റിഫിക്കുമായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ തിയറി എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനി ഇത് എന്തൊക്കെയാണ് സോഷ്യൽ തിയറി, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അത് എന്താണ് ഹെൽപ്പ് ചെയ്യുന്നത്, സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സമൂഹത്തെ നമ്മൾ സയന്റിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു സൊസൈറ്റിയെ. അതുപോലെ തന്നെ സോഷ്യൽ ചേഞ്ചസ്, നമ്മളെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും സോഷ്യൽ ഓർഡേഴ്സും ക്രമവും ഒക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്താണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്, തിയററ്റിക്കലി ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ റിസർച്ച് നമുക്ക് നൽകുന്നുണ്ട്. സാമൂഹിക ഗവേഷണത്തിന് നമുക്കൊരു അടിത്തറ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഈ സോഷ്യൽ തിയറി കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഇമ്പോർട്ടൻസ് ആണ്. അത് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള ഇമാജിനേഷൻസ് നമുക്ക് കൂടുതൽ ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം അതാണ് സോഷ്യൽ തിയറിയുടെ മീനിങ്ങും അതിന്റെ ഇമ്പോർട്ടൻസും വരുന്നത്. ഇനി അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോഷ്യൽ തിയറിയുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ് എന്ന് നോക്കാം. അത് വരുന്നത് അബ്സ്ട്രാക്ട് ഇൻ നേച്ചർ ആണ്. നമ്മളുടെ നമ്മളുടെ ഒരു എന്താ പറയാ, വളരെ ആശയങ്ങളൊക്കെ നമുക്ക് സങ്കല്പാത്മകമാണ് വരുന്നത്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് വരുന്നത്. ഇനി ബേസ്ഡ് ഓൺ കോൺസെപ്റ്റ് ആൻഡ് അസംഷൻ, നമ്മളുടെ ആശയങ്ങൾ, നമ്മളുടെ അസംഷൻസ്, അനുമാനങ്ങളും നമ്മളുടെ ആശയങ്ങളൊക്കെ അനുമാനങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ആണ് വരുന്നത്. നമ്മളുടെ ബേസ്ഡ് ഓൺ കോൺസെപ്റ്റ് ആൻഡ് നമ്മുടെ അസംഷൻസ്, നമ്മളുടെ ആശയങ്ങളും അനുമാനങ്ങളെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഇത് വരുന്നത്, സോഷ്യൽ തിയറി വരുന്നത്. ഡൈനാമിക് ആൻഡ് ചേഞ്ചബിൾ, നമുക്ക് മാറുന്ന ഒരു തരം സ്വഭാവമുള്ളതാണ്. കാലാനുസൃതമായിട്ട് നമുക്ക് മാറ്റാം. ഇനി മറ്റൊന്ന് എക്സ്പ്ലെയിൻ കോസസ് എഫക്ട് റിലേഷൻഷിപ്പ്, അതിന്റെ കാരണം, അതിന്റെ ഫലം എന്താണെന്നൊക്കെയുള്ളത് കൃത്യമായിട്ട്, അത് കാരണവും അതിന്റെ ഫലവും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് അത് വിവരിക്കുന്നുണ്ട്. അത് ഇത്രയുമാണ് നമ്മുടെ സോഷ്യൽ തിയറിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. അപ്പൊ ആദ്യത്തെ യൂണിറ്റിൽ വരുന്നതാണ് സോഷ്യൽ തിയറി എന്താണ്, സോഷ്യൽ തിയറിയുടെ ഇമ്പോർട്ടൻസ്, സോഷ്യൽ തിയറിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, തിയറി ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മളുടെ സൊസൈറ്റി ആയിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ സോഷ്യൽ ബിഹേവിയർ ഒക്കെ നമുക്ക് വളരെ സയന്റിഫിക് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സോഷ്യൽ തിയറി. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സൊസൈറ്റിയുടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. സൊസൈറ്റിയുടെ മാറ്റങ്ങളും അതിന്റെ ആ ഒരു ഓർഡർ ഒക്കെ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു. മറ്റൊന്ന് നമ്മുടെ സൊസൈറ്റിയുടെ റിസർച്ചിനൊക്കെ അടിത്തറ നൽകുന്നുണ്ട്. പിന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ വളർത്താൻ നമ്മളെ സഹായിക്കുന്നു. അതാണ് ഇമ്പോർട്ടൻസ്. മറ്റൊന്ന് ക്യാരക്ടറിസ്റ്റിക്സ് വരികയാണെങ്കിൽ നമ്മുടെ ഒരു സങ്കല്പാത്മക സ്വഭാവമാണ് വരുന്നത്. നമുക്കത് മാറ്റം ചേഞ്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഡൈനാമിക് ആയിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ചേഞ്ചബിളും ആണ്. നമ്മളുടെ കോസസും അതിന്റെ എഫക്റ്റും എങ്ങനെയാണെന്നുള്ളത് റിലേഷൻഷിപ്പ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു. അത്രയുമാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് യൂണിറ്റില് പാരാഡിഗം. എന്താണ് ഈ പാരാഡിഗം എന്നുള്ളതിന്റെ മീനിങ് ഒന്ന് നോക്കാം. സമൂഹത്തെ, അതായത് നമ്മുടെ സൊസൈറ്റിയെ കാണുന്ന ഒരു സിദ്ധാന്തം ഉണ്ടാവുമല്ലോ, അതായത് ഒരു പെർസ്പെക്റ്റീവ്സ്, തിയറിക്കൽ പെർസ്പെക്റ്റീവ്സ് ഓർ വേ ഓഫ് ലുക്കിംഗ് അറ്റ് സൊസൈറ്റി. നമ്മൾ സൊസൈറ്റിയെ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിനെയാണ് എന്താ പറയുന്നത്, പാരാഡിഗം എന്നുകൊണ്ടത് പറയുന്നത്. ഓക്കെ, നമ്മൾ സൊസൈറ്റീസ് പാരഡൈസ് ഇത് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്, അല്ലെങ്കിൽ വേ ഓഫ് ലുക്കിംഗ് അറ്റ് സൊസൈറ്റി. നമ്മൾ സമൂഹത്തെ കാണുന്ന ഒരു സിദ്ധാന്തപരമായിട്ടുള്ള കാഴ്ചപ്പാട് മാത്രമാണ് പാരാഡിഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പോസിറ്റീവിസം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
അതായത് നമ്മളെ സമൂഹത്തിൽ, നമ്മുടെ സൊസൈറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ നാച്ചുറൽ സയൻസിനെ പോലെയൊക്കെ നമുക്ക് പഠിക്കാം. നമ്മുടെ സമൂഹത്തെ, പ്രകൃതിശാസ്ത്രം ഒക്കെ നമ്മൾ പഠിക്കുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. യൂസസ് ഓഫ് ഒബ്സർവേഷൻ, ഫാക്ട് ആൻഡ് സയൻസ്. നമ്മളുടെ ഫാക്റ്റും നമ്മളെ വസ്തുതകളൊക്കെ, കണക്കുകളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നു. ഇനി ഒബ്ജക്ടിവിറ്റി, അതായത് നമ്മളിപ്പോ ബിലീഫ്സ് ഇൻ ഒബ്ജക്ടിവിറ്റി, നമ്മൾ നിഷ്പക്ഷതയിൽ മാത്രമാണ് അവിടെ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഭാരതീയത്തിന്റെ ഒരു പോസിറ്റിവിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതില് ഇന്റർപ്രറ്റീവ് സോഷ്യൽ സയൻസ് ഉണ്ട്, എന്താണ് അത് എന്നുള്ളതെന്ന് മനസ്സിലാക്കാം. നമ്മള് കൂടുതൽ നമ്മളെ മനുഷ്യ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള അർത്ഥം മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം. നമ്മളൊരു ഒരു മനുഷ്യനൊരു പ്രവർത്തി ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലക്ഷ്യം എന്താണ്, അതിന്റെ പിന്നിലുള്ള അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നതാണ് ഈ ഒരു ഇന്റർപ്രറ്റീവ് സോഷ്യൽ സയൻസ് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഇന്റർപ്രറ്റീവ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യപ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള എന്തെങ്കിലും ഒരു അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് അവിടെ പ്രധാനമാണ്, എന്താണ് അവിടെ ഉള്ളത് എന്നുള്ളത്, അതുപോലെ എന്ത് രീതിയാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതും നമുക്ക് അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതല്ലേ ഇന്റർപ്രറ്റീവ് സോഷ്യൽ സയൻസ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരുടെ ആ ഒരു മനുഷ്യപ്രവർത്തനത്തിനുള്ള അർത്ഥമെന്ന് മനസ്സിലാക്കുക. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ്. എന്താണ് ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ്? ക്രിട്ടിക്കലി എക്സാമിൻ ഇൻഇക്വാലിറ്റി ആൻഡ് ഡൊമിനേഷൻസ്, എയിം അറ്റ് സോഷ്യൽ ചേഞ്ചസ്, ഫോക്കസ് ഓൺ പവർ, ക്ലാസ് ആൻഡ് ഐഡിയോളജി. അതായത് നമ്മുടെ സമൂഹത്തിലുള്ള അസമത്വങ്ങളും അതുപോലെ തന്നെ വളരെ ആധിപത്യവും ഒക്കെ നമ്മൾ വിമർശനത്തിന്റെ രീതിയിൽ പഠിക്കുന്നതിനെയാണ്. അതിന്റെ ഒരു സാമൂഹിക മാറ്റമാണ് ഇതിന്റെ ലക്ഷ്യം. ഒരു ചേഞ്ച് ചെയ്യുക, നമ്മുടെ സൊസൈറ്റിയിലുള്ള ചേഞ്ചസ് ആണ് ഇവിടെ എയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ അധികാരവും നമ്മളെ പവറും ക്ലാസും ഒക്കെയാണ്, അതല്ല ഐഡിയോളജി ഒക്കെ ഇവിടെ എന്നിവയ്ക്കൊക്കെയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. സിമ്പിളി നമ്മൾ ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഇൻഇക്വാലിറ്റിയുടെയും ഡൊമിനേഷൻസിന്റെ ഒക്കെ കൂടുതൽ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുക. അത് എന്തിനെയൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? നമ്മളെ പവർ, ക്ലാസ്, അത് ഐഡിയോളജി ഒക്കെ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. സിംപ്ലി അതാണ് ക്രിട്ടിക്കൽ സോഷ്യൽ സയൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ അതിന്റെ ഒരു തിങ്കർ എന്ന് പറയുന്നത് കാർൾ മാർക്സ് ആണ്, ആ ഒരു തിങ്കർ കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർപ്രറ്റീവ് സോഷ്യൽ സയൻസിന്റെയും തിങ്കർ മാക്സ് വെബർ എന്ന് പറഞ്ഞുള്ള വ്യക്തിയാണ്. ഇനി ബ്ലോക്ക് 2 പോവാം, പോസിറ്റിവിസം ആൻഡ് സോഷ്യൽ ഡ്രോവിനിസം. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റ് ആണ് ഓഗസ്റ്റേ കോംറ്റെ. അതില് പോസിറ്റിവിസ്റ്റ് ഫിലോസഫി ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് നോക്കാം എന്താണെന്നുള്ളത്. സോഷ്യോളജി ഈസ് ദ സയൻസ് ഓഫ് സൊസൈറ്റി. നമ്മുടെ ശാസ്ത്രീയ രീതി ഉപയോഗിച്ച് ആണ് ഇതിൽ പഠിക്കേണ്ടത്. സൊസൈറ്റി ഷുഡ് ബി സ്റ്റഡീഡ് യൂസിങ് സയന്റിഫിക് മെത്തേഡ്. ഈ പറഞ്ഞ പോലെ ശാസ്ത്രീയ രീതി ഉപയോഗിച്ച് സമൂഹത്തെ പഠിക്കണം. സോഷ്യോളജി എന്ന പദം അവതരിപ്പിച്ചത് തന്നെ അദ്ദേഹമാണ്, ഓഗസ്റ്റേ കോംറ്റ് ആണ് ഈ ഒരു പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, ആ ടേം സോഷ്യോളജി എന്നുള്ള ടേം അല്ലേ അത്. അപ്പം അതാണ് ഈ ഒരു ഫിലോസഫിയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ലോ ഓഫ് 3 സ്റ്റേജസ്. ഇതില് 3 സ്റ്റേജസ് ഉണ്ട്. അത് പറയുകയാണെങ്കിൽ ആദ്യം തിയോളജിക്കൽ സ്റ്റേജ്, പിന്നെ മെറ്റാഫിസിക്കൽ സ്റ്റേജ്, മറ്റൊന്ന് പോസിറ്റീവ് സ്റ്റേജ് എന്നുള്ള 3 സ്റ്റേജസ് ആണ് ഉള്ളത്. ഇനി ഈ തിയോളജിക്കൽ സ്റ്റേജ് എന്ന് പറഞ്ഞാല് നമ്മുടെ എക്സ്പ്ലനേഷൻ ത്രൂ റിലീജിയൻ ആൻഡ് ഗോഡ്, നമ്മളെ ദൈവവും അതിന്റെ മതവും ബേസ് ചെയ്തിട്ടുള്ള ഒരു വിശദീകരണം, എക്സ്പ്ലനേഷൻ ആണത് പറയുന്നത്. മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ഐഡിയ ആൻഡ് ഫോഴ്സസ്, അതായത് നമ്മളുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വഴി വിശദീകരിക്കുന്നത്. അതാണ് മെറ്റാഫിസിക്കൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, നമ്മളെ ശാസ്ത്രവും അതിന്റെ നിരീക്ഷണവും ഒക്കെ അടിസ്ഥാനമായിട്ടുള്ള വിശദീകരണമാണ് ആ ഒരു സ്റ്റേജിൽ വരുന്നത്. അപ്പം നമ്മുടെ പോസിറ്റിവിസം ആൻഡ് സോഷ്യൽ ഡ്രോയിൻസ് എന്ന് പറഞ്ഞതിൽ ആദ്യത്തെ യൂണിറ്റ് ആണ് ഓഗസ്റ്റേ കോമറ്റെ എന്ന് പറഞ്ഞ ഫിലോസഫറുടേത്. അതിലെ പോസിറ്റിവിസ്റ്റ് ഫിലോസഫിയാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാല് സോഷ്യോളജി ഇതെന്ന് പറയുന്നത് എന്താണ്, ശാസ്ത്രീയ രീതി ഉപയോഗിച്ച് സമൂഹത്തെ പഠിക്കുന്നതിനെയാണ്. അതിൽ സോഷ്യോളജി എന്നുള്ളതിൽ ആ ഒരു പദം കൊണ്ടുവന്നത് തന്നെ, ആ ഒരു വാക്ക് കൊണ്ടുവന്നത് ഓഗസ്റ്റേ കോമറ്റ് ആണ്. ഇനി അതിൽ 3 സ്റ്റേജസ് ഉണ്ട്, ലോ ഓഫ് 3 സ്റ്റേജസ്, തിയോളജിക്കലും മെറ്റാഫിസിക്കൽ, പോസിറ്റീവ്
അതിൽ ആദ്യത്തത് നമ്മളുടെ മതവും അതുപോലെ തന്നെ റിലീജിയനൊക്കെ ആശ്രയിച്ചിട്ടുള്ള ഒരു വിശദീകരണം, മറ്റൊന്ന് നമ്മൾ പിന്നെ അബ്സ്ട്രാക്ട് ഐഡിയാസ് ആൻഡ് ഫോഴ്സസ് ഉപയോഗിച്ചിട്ടുള്ള വിശദീകരണം, പിന്നെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. ഇത് മൂന്നുമാണ് ലോ ഓഫ് 3 സ്റ്റേജസ് വരുന്നത്. ഇനി മൂന്നാമത്തത് ഹെർബർട്ട് സ്പെൻസർ, യൂണിറ്റ് 2 വരുന്നത്, ക്ഷമിക്കണം, യൂണിറ്റ് 3 ഹെർബർട്ട് സ്പെൻസർ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ആളുടെ ഡീറ്റെയിൽസ് ആണ്, ആളുടെ ഫിലോസഫിയാണ് പറയുന്നത്. അതിൽ ഓർഗാനിക് അനലോഗ് എന്നുള്ളത്, അതായത് ഒരു സൊസൈറ്റി ഈസ് ലൈക്ക് എ ഹ്യൂമൻ ബോഡി. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബോഡി തന്നെയാണ്. വേർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് ആസ് ഓർഗൻസ്. നമ്മളുടെ അതിൽ എന്താണ് പറയുക, സാമൂഹ്യ സ്ഥാപനങ്ങളാണ് നമ്മളുടെ ഒരു അവയവം പോലെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബോഡി പോലെ തന്നെ മനുഷ്യന്റെ ഒരു സമൂഹം എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡി തന്നെയാണ്. അതിൽ നമ്മളുടെ പിന്നെ അവയവങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന എന്തൊക്കെയാണ് ഈ ഒരു സാമൂഹിക സ്ഥാപനങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്റ്റേജസ് ഓഫ് സോഷ്യൽ ഇവല്യൂഷൻ, ഇതില് നമ്മുടെ സമൂഹത്തില് പിന്നെ ആ ഒരു സ്റ്റേജസ് എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് വൺ, സിമ്പിൾ ടു കോംപ്ലക്സ് സൊസൈറ്റി. ലളിത സാധാരണ ഒരു സിമ്പിൾ ആയിട്ടുള്ളതിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലേക്ക് പോകുന്നു. ഇനി മിലിറ്ററി ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി, സൈനിക സമൂഹത്തിൽ നിന്നും ഒരു വ്യവസായ സമൂഹത്തിലേക്ക് പോകുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഇത്രയുമാണ് ഈ ഒരു തിയറിയിൽ അദ്ദേഹം പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ ബോഡിയാണ്, നമ്മളുടെ സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നമ്മുടെ ഓർഗൻസ് ആയിട്ട് വരുന്നത്. ഇതിലെ സോഷ്യൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത് 3 ഉണ്ട്. പിന്നെ ഇവല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ടു കോംപ്ലക്സ് സൊസൈറ്റീസിലേക്കും മിലിറ്ററി ടു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്കും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളതും സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യൂണിറ്റ് 2 കൊണ്ട് വരുന്നത്. ഇനി അടുത്തത് നമ്മളെ ബ്ലോക്ക് 3, ജോൺസ് മെൽ എന്നാണ് ബ്ലോക്ക് 3യുടെ പേര്. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഫോർമൽ സോഷ്യോളജി. എന്താണ് ഫോർമൽ സോഷ്യോളജി? സ്റ്റഡി, അത് ഫോർമൽ സോഷ്യോളജി പഠിക്കുന്നത് സാമൂഹിക ഇടപെടലുകളുടെ രൂപങ്ങളെ പഠിക്കുന്ന ശാഖയാണ്. അത് ഉള്ളടക്കമല്ല, അതിന്റെ ഒരു ശാഖ മാത്രമാണ് നമ്മളുടെ ഫോർമൽ പിന്നെ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. ഇനി സൊസൈഷൻ എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇതെന്ന് പറയുന്നത് വ്യക്തികൾ തമ്മിലുള്ള ഇടപെടലുകളെയാണ് ഒരു സമൂഹം രൂപപ്പെടുന്നത്, നമുക്കെല്ലാം അറിയാം അല്ലെ. ആ ഒരു പ്രക്രിയ മാത്രമാണ് സൊസൈഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു പിന്നെ ഒരു സൊസൈറ്റികളിൽ തന്നെ ഉള്ളതിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് തിരിക്കാം. നമുക്ക് ഒരു പല വ്യക്തികൾ തമ്മിലുള്ള ഒരു ഇടപെടൽ വരുമ്പോഴാണല്ലോ അവിടെ ഒരു സമൂഹം രൂപപ്പെടുന്നത് നമ്മൾ മനസ്സിലാക്കി. അതിലൊരു ഗ്രൂപ്പ് സൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ മൊനാഡ്, അതായത് ഒരാള് മാത്രം, മൊനാഡ് ഒരാള് മാത്രം, ഡിയാഡ് എന്ന് പറയുന്നത് 2 പേര്, ത്രിയാഡ് എന്ന് പറഞ്ഞാല് 3 പേര്. ഇത്രയുമാണ് ഒരു ഗ്രൂപ്പ് സൈസ് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു തിയറിയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, ആ ഒരു ജോൺസ് മെൽ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ സോഷ്യോളജിക്കൽ തിങ്കർ പറഞ്ഞിട്ടുള്ളത് ഫോർമൽ സോഷ്യോളജി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അതിൽ സൊസൈഷൻ അതുപോലെ തന്നെ ഗ്രൂപ്പ് സൈസുമാണ്. അദ്ദേഹം 3 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറി തിങ്കർ ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് സൈസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾ മാത്രം, അതുപോലെ തന്നെ 2 പേര്, അതുപോലെ 3 പേര് മാത്രമുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ യൂണിറ്റില് ഫിലോസഫി ഓഫ് മണി ആൻഡ് ഫാഷൻ. ഫിലോസഫി ഓഫ് മണി എന്ന് പറയുന്നത് പണം, നമ്മളെ മണി ഷേപ്സ് മോഡേൺ സൊസൈറ്റി. നമ്മുടെ പൈസയാണ് നമ്മുടെ മോഡേൺ സൊസൈറ്റിയെ ഷേപ്പ് ചെയ്യുന്നത്. ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്, നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെയും, പണം നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെയും സമൂഹത്തെയും പിന്നെ രൂപപ്പെടുത്തുന്നു എന്നാണ് ഈ ഒരു ഫിലോസഫി ഓഫ് മണി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് നമ്മള് ഫാഷൻ എന്നത് അത് ഒരു അനുകരണമാണ് അല്ലെ, ഇമിറ്റേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ, നമ്മളെ വ്യത്യസ്തതയും ചേർന്നതാണ് ഈ ഒരു ഫാഷൻ എന്നുള്ള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫിലോസഫി ഓഫ് മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പണവും ആധുനിക സമൂഹത്തെയും സാമൂഹിക ബന്ധങ്ങളെയും രൂപപ്പെടുത്തുന്നു. ഫാഷൻ എന്ന് പറയുമ്പോൾ ഫാഷൻ എന്നത് നമ്മളൊരു ഇമിറ്റേഷൻ ആണ് അല്ലെ, അതുപോലെ തന്നെ വ്യത്യസ്തത കൊണ്ടുവരുന്നതാണ് ഫാഷൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നു എന്നുള്ളതാണ് ആ ഒരു പിന്നെ യൂണിറ്റിൽ വരുന്നത് മെയിൻ ആയിട്ട്. ഫിലോസഫി ഓഫ് മണിയും ഫാഷൻ, ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ്. ഇനി മറ്റൊന്ന് കാർൽ മാർക്സ് എന്ന ബ്ലോക്കാണ്. അതിലെ യൂണിറ്റ് 1 ഡയലക്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്റലൈസേഷൻ. അതില് സോഷ്യൽ ചേഞ്ചസ് അക്വയർ ത്രൂ കോൺഫ്ലിക്റ്റ്. നമ്മുടെ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് വളരെ കോൺഫ്ലിക്റ്റിലൂടെ സംഭവിക്കുന്നതാണ്. സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അതില്
പിന്നെ നമ്മളുടെ സാമൂഹിക മാറ്റങ്ങളിൽ കൂടെ തന്നെ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ സാമൂഹിക മാറ്റങ്ങൾ വരുന്നത് പല പല കോൺഫ്ലിക്റ്റിലൂടെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പിന്നെ കാര്യങ്ങളായിട്ട് അതിൽ എഴുതാൻ പറ്റും. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അത് എഴുതുമ്പോൾ നിങ്ങളുടെ പാഠഭാഗങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. അതുകൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. അതാണ് യൂണിറ്റ് പിന്നെ ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 1-ൽ വരുന്നത്. അപ്പൊ കൂടുതൽ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്ലാസ്സുകൾ നീണ്ടുപോകും. അതാണ് അതിലേക്ക് കൂടുതൽ പോവാത്തത്. ഇനി അതിൽ തന്നെ വരുന്ന യൂണിറ്റ് 2-ലാണ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ക്ലാസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഏലിയേഷൻ എന്നുള്ളത്. അതായത് നമ്മുടെ ഹിസ്റ്ററി മൂവ്സ് ത്രൂ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ചരിത്രം എപ്പോഴും ഉൽപാദന രീതികളുടെ ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്, നമുക്കറിയാം അല്ലെ. അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഈ മോഡ്സ് ഓഫ് പ്രൊഡക്ഷനും ക്ലാസ്, കോൺഫ്ലിക്റ്റ് ആൻഡ് ഏലിയേഷൻ എന്നുള്ളത് കൊണ്ടുള്ളത് പറയുന്നത്, എന്നുള്ള യൂണിറ്റിൽ പറയുന്നത്. ഒന്ന് മനസ്സിലാക്കുക, ചരിത്രം നമ്മളുടെ ഒരു സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലൂടെയാണ് ഹിസ്റ്ററി പോകുന്നത്. ഓരോ കാര്യങ്ങൾ ഒരു പിന്നെ അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനെപ്പറ്റിയാണ് യൂണിറ്റ് 2-ൽ വിശദീകരിക്കുന്നത്. ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 2-ൽ വിശദീകരിക്കുന്നത്. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ അതിലെ ചരിത്ര പ്രാധാന്യമുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് കിട്ടും. ഒരുപാട് നമുക്ക് വായിക്കാൻ ആ ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ളവർക്ക് അതിന്റെ മെയിൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ ആ ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ, കണ്ടന്റുകൾ മാത്രം നിങ്ങൾ നോക്കി വെക്കുക. ഇനി യൂണിറ്റ് ബ്ലോക്ക് 5-ലെ മാക്സ് വെബർ എന്നുള്ള ബ്ലോക്കാണ്. അതിലെ ആദ്യത്തെ യൂണിറ്റ് വെസ്റ്റേൺ ആൻഡ് സോഷ്യൽ ആക്ഷൻ. ഈ ഒരു വെസ്റ്റേൺ മീൻസ് നമ്മള് മനുഷ്യ പ്രവർത്തനങ്ങളിലൂടെ ഉള്ള പിന്നീടുള്ള അർത്ഥം അതിനെയാണ് മനസ്സിലാക്കുന്നതാണ് ഈ ഒരു ടേം എന്ന് പറയുന്നത്. ഇത് ഇന്റർപ്രക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ. സൊസൈറ്റിയുടെ സോഷ്യൽ ആക്ഷൻ, മനുഷ്യ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ വെസ്റ്റേൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിലെ സോഷ്യൽ ആക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക. മനുഷ്യ പ്രവർത്തനങ്ങളില്ലേ, ഇന്റർപ്രക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ, അത് മാത്രമാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ നിങ്ങൾക്ക് ഇപ്പം എന്താണ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, എന്താണ് വെസ്റ്റേൺ അല്ലെങ്കിൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ നോക്കുക അതിനകത്തുള്ളത് റിലേറ്റ് ചെയ്തിട്ടുള്ള മനുഷ്യന്റെ സോഷ്യൽ ആക്ഷൻ മനസ്സിലാക്കുന്നതിനെയാണ് എന്നുള്ളത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഇനി ബ്ലോക്ക് 6 ആണ്. ബ്ലോക്ക് 6-ൽ എമിൽ ദുർഖേം എന്നുള്ള സോഷ്യോളജിക്കൽ തിങ്കറെ പറ്റിയാണ് അവിടെ പറയുന്നത്. അതിന്റെ ആ ഒരു ബ്ലോക്കാണ് വരുന്നത്. അതിൽ യൂണിറ്റ് 1 സോഷ്യൽ ഫാക്ട് ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. സോഷ്യൽ ഫാക്ട്സ് ആർ എക്സ്ട്രീംലി ആൻഡ് കേഴ്സീവ്. അതായത് വ്യക്തിക്ക് പുറത്ത് നിലനിൽക്കുന്ന ഒരു വ്യക്തിയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. വ്യക്തിക്ക് പുറത്താണ് അത് നിൽക്കുന്നത്, പക്ഷെ വ്യക്തിയെ നിയന്ത്രിക്കുന്നുണ്ട്. അവിടെ സോഷ്യൽ ഫാക്ട്സ് എന്നുള്ള കാര്യങ്ങൾ എക്സ്ട്രീംലി അതൊരു കേഴ്സീവ് ആണ്. പക്ഷെ അതെന്താണ്, വ്യക്തി പുറത്ത് നിൽക്കുകയും വ്യക്തിയെ നിയന്ത്രിക്കാനും അതുകൊണ്ട് സാധിക്കുന്നുണ്ട് എന്നാണ് എമിൽ ദുർഖേം ആ ഒരു ഇതിൽ പറയുന്നത്. ഇനി യൂണിറ്റ് എന്താ പറയാ, യൂണിറ്റ് 2-ൽ അതിൽ വരുന്ന യൂണിറ്റ് 2-ലാണ് സൂയിസൈഡ് ആൻഡ് റിലീജിയൻ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എമിൽ ദുർഖേം പറഞ്ഞത് ഐഡന്റിഫൈഡ് 4 ടൈപ്സ് ഓഫ് സൂയിസൈഡ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ആത്മഹത്യ അദ്ദേഹം 4ആയിട്ട് തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. അതാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് അതിൽ നോക്കുക. എത്രയായിട്ട് തരംതിരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 മാർക്കിനൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇതൊക്കെയും എത്രയാണ്, പിന്നെ സൂയിസൈഡിനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം വരുന്നതാണ് സോഷ്യൽ ഫാക്ടും ഡിവിഷൻ ഓഫ് ലേബറിനെ പറ്റിയും അദ്ദേഹം ആ ഒരു തിങ്കറുടെ ഒരു ഫിലോസഫിയാണ് വരുന്നത്. അതിൽ അദ്ദേഹം സൂയിസൈഡിനെ പറ്റി അത് റിലീജിയനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മാക്സ് വെബർ അദ്ദേഹത്തിന്റെ വെസ്റ്റേൺ ആൻഡ് സോഷ്യൽ ആക്ഷനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാർൽ മാക്സ് പറഞ്ഞിട്ടുണ്ടെന്ന് ഡയലക്റ്റിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ മെറ്ററലൈസമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാൻ നമ്മളുടെ സമയപരിമിതി മൂലമാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയ ചെറിയ കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്, എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സസ് ആണ് ഇപ്പൊ നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് മറ്റൊരു ക്രാഷ് ക്ലാസ്സുകളായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുവരെ പുതിയ ക്ലാസ് കാണുന്നവരെ നന്ദി, നമസ്കാരം.